നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് പറഞ്ഞാല് സുന്നികൾക്ക്, നമുക്ക് പറഞ്ഞാൽ സുന്നികൾക്ക് എന്നാണല്ലോ. സുന്നികൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ? എല്ലാ കാലഘട്ടത്തിലും വന്ന സ്വാലിഹ്യങ്ങളൊപ്പം നമ്മൾ ഉണ്ടാവും. അതാണ് നമ്മളൊരു പ്രത്യേകത. സമസ്തന്റെ 100ാം വാർഷികത്തിന്റെ പ്രമേയങ്ങൾ ശ്രദ്ധിച്ചോ? സമസ്തന്റെ 100ാം വാർഷികത്തിന്റെ പ്രമേയം സമസ്ത ഉണ്ടായിട്ട് 100 കൊല്ലാണല്ലോ ആയത്. പക്ഷെ പ്രമേയത്തിൽ നൂറ്റാണ്ടുകളിലൂടെ എന്ന് ജമ്മാണ്. ഒരു നൂറ്റാണ്ടല്ല, കുറെ നൂറ്റാണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. പ്രമേയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. നൂറ്റാണ്ടിലൂടെ എന്ന് ഏകവചനല്ല, നൂറ്റാണ്ടുകളിലൂടെ എന്ന് ബഹുവചനമാണ്. സമസ്ത ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ നൂറ്റാണ്ടുകൾ ആയത്? അതിനൊരു കാരണമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം 100 കൊല്ലത്തെ പാരമ്പര്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ പാരമ്പര്യമാണ്. അന്ന് നമ്മളെല്ലാരും നബിന്റെ ഒപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സക്കാത്ത് നിഷേധികൾ ഉണ്ടായി. ഇസ്ലാമിൽ അസംഘടിതമായി ആദ്യമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായ സക്കാത്ത് നിഷേധമാകുന്നു. അവരുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംവാദം നടത്തി. ചിലരുമായി യുദ്ധം ചെയ്തു. കുറച്ചാൾക്കാര് പിന്തിരിഞ്ഞു, ബാക്കി ആൾക്കാർ ഉറച്ചു നിന്നു. നമ്മളാരപ്പ? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒപ്പം. അതാണ് പാരമ്പര്യം. ഉമർ റളിയല്ലാഹുവിന്റെ കാലം വന്നു. വല്ല അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ അങ്ങനെയാണ് കഴിഞ്ഞു പോയി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് അൽ ഫിത്നത്തുൽ കുബ്ര എന്ന് പറയുന്ന ഈ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ ഫിത്നയുണ്ടാകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണർമാരുടെ മേൽ അഴിമതി ആരോപണം നടത്തി. ജൂതന്മാരാണ് ആരോപണം നടത്തിയത്. ഒന്നുമില്ലാതപ്പോ അങ്ങനെ പറയില്ലല്ലോ എന്ന് കുറച്ച് ആൾക്കാർക്ക് തോന്നി. അങ്ങനെയല്ലോ, കാറില്ലാതെ മഴ പെയ്യൂല എന്ന് പറയും ചില ആൾക്കാര്, തീയില്ലാതെ പുക ഉണ്ടാവൂല എന്ന് പറയും ചില ആൾക്കാര്. ഒന്നുമില്ലാതപ്പോ അങ്ങനെ പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് അഴിമതി ആരോപണം ഉന്നയിച്ച ആൾക്കാരൊപ്പം ചേർന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. നമ്മളാരൊപ്പാ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒപ്പം. അതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞത്. എല്ലാ കാലത്തും നമ്മൾ സ്വാലിഹ്യങ്ങളൊപ്പം നിന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നമ്മളാരപ്പാ? അലി റളിയല്ലാഹുവിന്റെ ഒപ്പം. അവിടുന്ന് ഇങ്ങനെ പോന്നാൽ താബിയുടെ കാലഘട്ടം വന്നു. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് മഹാനവർകളുടെ ശിഷ്യൻ തന്നെ ആദ്യമായി ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്നു. നമ്മളാരപ്പാ? ഹസനുൽ ബസരിന്റെ ഒപ്പം. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഹിജ്റ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വന്നു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വന്നു. മാലിക് റളിയല്ലാഹു അൻഹു വന്നു. 4 മദ്ഹബ് ആക്കിയതല്ല, 4 മദ്ഹബ് ആയതാണ്. മദ്ഹബ് വേറെ ഉണ്ടായിരുന്നു, പറ്റാത്തോണ്ടാണ്. മദ്ഹബ് 4 എന്നല്ല ഉണ്ടായിട്ട്, വേറെ ഉണ്ടായിട്ടുണ്ട്. 10ഓളം മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹിൽ ഇബാദ് എന്ന് പറയുന്ന ആളുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. സ്വീകരിക്കാൻ പാടില്ല, കാരണം അത് ഹക്കല്ല, ഹക്കിന്റെ പേരിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ പറഞ്ഞു. ഹക്ക് 4 ഉള്ളൂ. ഷാഫി മദ്ഹബ് തന്നെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. 4 ഏതായാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയണത്. നമ്മുടെ പള്ളിന്റെയും മദ്രസിന്റെ ഒക്കെ ഭരണഘടനയിലുണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബിനെ സ്വീകരിക്കണം. നമ്മൾ ഷാഫികളാണെന്ന് എഴുതിയിട്ട് എല്ലാവരും ഷാഫികളാവണമെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല, വാശിയൊന്നുമില്ല. നമ്മളേതാച്ചാ അതന്നെ ഇക്കോളം എന്നുള്ള വാശിയല്ലത്. ഹക്ക് 4 ഉള്ളൂ, ശരി 4 ഉള്ളൂ. അതിനാൽ 4 ആവാൻ പറ്റുള്ളൂ എന്നാണ്. ലോകവ്യാപകമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഷാഫി മദ്ഹബ് ഒന്നല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹനഫി മദ്ഹബാണെന്നാണ്. കേരളത്തിൽ ഷാഫി മദ്ഹബാണ്. അതുകൊണ്ട് ഷാഫി മദ്ഹബുകാരായ നമുക്ക് എല്ലാവർക്കും ഷാഫി മദ്ഹബുകാരാവണം എന്ന അഭിപ്രായമൊന്നുമില്ല. ഷാഫി ആയാലും കുഴപ്പമില്ല, ഹനഫി ആയാലും കുഴപ്പമില്ല, ഹംബലി ആയാലും കുഴപ്പമില്ല, മാലിക്കി ആയാലും കുഴപ്പമില്ല എന്ന നമ്മളെ അഭിപ്രായം. അല്ലാത്തത് പറ്റൂല. എന്തുകൊണ്ട്?
ദാവൂദുല്ലാഹിയുടെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ മദ്ഹബ് മുഴുവനായും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, അതിനാൽ പറ്റൂല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല. കാരണം അത് നിയമത്തോടും ന്യായത്തോടും ഹക്കിനോടും യോജിക്കുന്നതല്ല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് ഇന്ന് നിലവിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, ഒമാനിലുണ്ട്. ഇബാദിയാക്കൾ എന്ന് വരാൻ ആൾക്കാർ ഒമാനിലുണ്ട്. ഒമാനിൽ പോയ ആൾക്കാർക്ക് അറിയാം. മഴ പെയ്താലും നിസ്കാരം ജമ്മാക്കും, വെയിലറിച്ചാലും നിസ്കാരം ജമ്മാക്കും, റോഡ് ചൂടായാലും ജമ്മാക്കും, ക്ഷീണം കൂടുതലായാൽ ജമ്മാക്കും. അങ്ങനെയൊക്കെയാണ്. കാരണം ജമ്മാക്കാന് ചെറിയ കാരണം മതി എന്നൊക്കെയാണ് അബ്ദുല്ലാഹിൽ ഇബാദിന്റെ അഭിപ്രായം. അത് മാത്രമൊന്നല്ല കേട്ടോ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ന്യായത്തോടും യുക്തിയോടും ഇസ്ലാമികമായ പ്രമാണങ്ങളോടും യോജിക്കാത്തതിനാൽ അത് സ്വീകരിക്കാൻ പാടില്ലെന്നും സ്വീകരിക്കുന്നവൻ ബിദ്അത്തുകാരനായി തീരുമെന്നുമാണ് നമ്മുടെ അഖീദ. എന്തുകൊണ്ട്? സംഗതി ശരിയല്ല. അപ്പൊ ശാഫി മദ്ഹബ് തന്നെ ആവണം എന്നുള്ള വാശിയല്ലത്, ഹക്കാവണം എന്ന വാശിയാണ്. ഷാഫി മദ്ഹബ് നമ്മളുള്ളവർ തന്നെ ആവണം എന്നാണെങ്കിൽ നമുക്ക് എല്ലാവരും ഷാഫി മദ്ഹബ് തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിച്ചൂടെ? അങ്ങനെയല്ലല്ലോ. ഹനഫി ആവണേന് നമുക്കൊരു കുഴപ്പമില്ലല്ലോ. നമ്മൾ സുബഹിക്ക് കുനൂത്തോതും. ഹനഫി മദ്ഹബ് സ്വീകരിച്ചാൽ സുബഹിക്ക് കുനൂത്തോതൂല. ഹനഫി മദ്ഹബ് സ്വീകരിച്ചിട്ടാണ് കുനൂത്തോതാത്തതെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുള്ളവർ തന്നെ ആവണം എന്ന വാശിയല്ലത്. സത്യത്തിന്റെ മേൽ മാത്രമേ ആകാവൂ, സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായമാണ്. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹബ് സ്വീകരിക്കൂല. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്വീകരിക്കും, മഹാനവർകളുടെ മദ്ഹബിനെ സ്വീകരിക്കൂല. എന്താ കുഴപ്പം? ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് മഹാനവറുകളാൽ ഉണ്ടായതല്ലെന്നും ആരോ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മേൽ എഴുതി വെച്ചതാണെന്നും അഭിപ്രായമുള്ളതിനാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് നമ്മളെ അഭിപ്രായം. അതുകൊണ്ട് ബാത്തിലാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പിന്തുടരാൻ പാടില്ല എന്ന് പറയുന്നത്. 5 നൂറ്റാണ്ടിന് ശേഷം, 3 നൂറ്റാണ്ടിന് ശേഷം, ഹിജ്റ 4, 5 നൂറ്റാണ്ടുകളിലായിട്ടാണ് അഖീദയുടെ ഇമാമുമാര് വരുന്നത്.